ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന് ഉക്രൈനുമായി സൗദി ധാരണയായി. അതിൻ്റെ സാങ്കേതികവിദ്യ ഉക്രൈനിൽ നിന്ന് വാങ്ങാനും ആ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഉക്രൈനുമായി കരാറിൽ ഏർപ്പെട്ട് വാങ്ങാനും തീരുമാനിച്ചു. എന്തായാലും അത്രയെങ്കിലും ഒരു നന്മയുണ്ടായി. സമ്പൂർണ്ണമാണ് ഇസ്രയേലെന്നും അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ദുനിയാവിലൊന്നിനെയും പേടിക്കേണ്ടെന്നും അള്ള പോലും ഇത്തിരി താമസിച്ചേ വരുവുള്ളെന്നും ഒക്കെ വിചാരിച്ചിരുന്ന അറബ് മുതലാളിമാർക്ക് അങ്ങനെയൊന്നും അല്ല. എപ്പോഴും വീഴാം, എവിടെയും വീഴാം, ആരെയും അടിക്കാം, ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ് എന്നൊരു ചിന്ത അതുണ്ടായത് നന്നായി. എത്രയോ വലിയ ആളുകളെ തീറ്റിപ്പോറ്റുമ്പോഴും ചെറിയൊരു ഉക്രൈനെ വിളിച്ച് അത് വാങ്ങിച്ച് അതിനൊരു പരിഹാരം തേടുന്നത് നല്ല നീക്കമായി. അതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ സൗഭാഗ്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തണം എന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഈ ആത്മോപദേശ ശതകത്തിലെ വരി തന്നെ ഉണ്ടല്ലോ, അന്നവസ്ത്രം മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട്. അതായത് തന്നതിനാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. അന്നവും വസ്ത്രവും ബാക്കിയൊന്നും ഒരു പ്രയാസവും ഉണ്ടാകാതെ തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു, തരാനിരിക്കുന്നതിനല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചു, ഈ എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോരുത്തർ ജിമ്മിൽ പോകുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അതൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്താ? വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഫ്രാക്ചറോ ഒരു സർജറിയോ ഒന്നും ശരീരത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അന്നേരം എല്ലാം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ഉടയതമ്പുരാന് നന്ദി രേഖപ്പെടുത്തണം. ദൈവമേ, എൻ്റെ ശരീരം ഇങ്ങനെ ആക്കിയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആണല്ലോ, ഇങ്ങനെ ദൈവം എനിക്കൊരു അനുഗ്രഹം തന്നല്ലോ. ഇത് നമുക്ക് മാത്രമല്ല, ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കും രാജ്യങ്ങൾക്കും ഒക്കെ ആ നന്ദി രേഖപ്പെടുത്തൽ വേണം. അതെല്ലാം മറന്ന് എല്ലാ സൗഭാഗ്യങ്ങളും കൈപ്പിടിയിലാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, സമ്പത്തും അത് വർദ്ധിപ്പിക്കലും മാത്രമാണ്, നീതിയും നിലപാടുമൊന്നും വിഷയമല്ല എന്ന് കരുതിപ്പോകരുത് ആരും. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം ബേസുകൾ ഉണ്ടാക്കി അവിടെയൊക്കെ ഇവരെ തീറ്റിപ്പോറ്റി കൊണ്ടുവന്നത് മുഴുവൻ എന്തിനാ? എല്ലാത്തിൽ നിന്നും സംരക്ഷിതരാണ് ഇവരുണ്ടെങ്കിൽ വേറൊന്നും പേടിക്കാനില്ലെന്നാണ് തീരുമാനിച്ചത്. അവസാനം ഇപ്പോൾ വലിപ്പത്തിൽ തീരെ ചെറുതായ ഉക്രൈനുമായി ബന്ധം സ്ഥാപിക്കേണ്ടി വന്നു. സൗദി അറേബ്യ ഉക്രൈനുമായി കരാർ ഒപ്പിട്ടു എന്ന് ഇന്നലെ വാർത്ത കണ്ടപ്പോൾ മനുഷ്യർക്കും അതൊരു ഗുണപാഠമാണ്. നമ്മളൊക്കെ വളരെ അതിസമ്പന്നരും അതിശക്തരുമൊക്കെ ആകുന്നതോടുകൂടി തീരെ ദുർബലനും ചെറിയവനുമായ ഒരുത്തനെയും വേണ്ട എന്ന് വെക്കുന്ന ഒരു മനോഭാവത്തിനപ്പുറത്ത് ഈ പറഞ്ഞ ആരും എപ്പോഴും ഉപകരിക്കപ്പെടുമെന്നും വലിയവനാകുന്നതുകൊണ്ട് പൂർണ്ണനാകുന്നില്ലെന്നും വലുത് കയ്യിലുണ്ടെങ്കിൽ വല്ലാതങ്ങ് രക്ഷപ്പെടുമെന്നും ഒക്കെ വിചാരിച്ചു പോകുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ഏതായാലും അത്തരം ചിന്തകളാണ് ഈ സൗദിയുടെ ഉക്രൈൻ കരാർ ഒപ്പിടൽ കണ്ടപ്പോൾ തോന്നിയത്. സൊലൻസ്കി കഴിഞ്ഞ ദിവസം സൗദിയിലെത്തിയതിൻ്റെ വാർത്തയും ഫോട്ടോയും ഒക്കെ വന്നിരുന്നു. പുള്ളി അവിടെ യുദ്ധത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് പുള്ളിയെ വിളിച്ച് ഇതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.